ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 90 ശ്ലോകം 1-2. ഭൃഗഭൃഗുമുനിമോഹിന്യംബരീഷാദിവൃത്തേഷു അയി തവ ഹി മഹത്വം സർവശർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാഗ് അഭിന്നം കിമപി യദവഭാതം തദ്ധി രൂപം തവൈവ. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. ഭൃഗുമുനി മോഹിനി അംബരീഷ ആദി വൃത്തേഷു അയി തവ ഹി മഹത്വം സർവശർവ ആദി ജൈത്രം സ്ഥിതം ഇഹ പരമാത്മൻ നിഷ്കള അർവാഗ് അഭിന്നം കിം അപി യത് അവഭാതം തത് ഹി രൂപം തവ ഏവ. മൂർത്തിത്രയ ഈശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹുഃ പരമാത്മ വപുഃ ഏവ സദാശിവഃ അസ്മിൻ തത്ര ഈശ്വരഃ തു സഃ വികുണ്ഠപദഃ ത്വം ഏവ ത്രിത്വം പുനഃ ഭജസി സത്യപദേ ത്രിഭാഗേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. இந்த ദശകത്തിൽ വിഷ്ണു മഹത്വത്തെ പറ്റിയാക്കും ചൊല്ലറ. അത് ഏതൊരു പുരാണം എടുത്താലും, ഇപ്പോൾ ശിവപുരാണം എടുത്താൽ അതിൽ ശിവനാക്കും എല്ലാം ചൊല്ലുക. ദേവി പുരാണം എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ദേവിയാക്കും. ഗണേശ പുരാണം എടുത്താൽ എല്ലാം ഗണേശനാക്കും ഏറ്റവും മേലെ അപ്പടിന്ന് ചൊല്ലുക. അതോട് സാത്വികമായ അർത്ഥം, ശരിயான അർത്ഥം ചൊല്ലപ്പെട്ടത് ഏത് രൂപങ്ങളെല്ലാം വിഷ്ണു വേറെ, ശിവൻ വേറെ, ബ്രഹ്മ വേറെ, ഗണപതി വേറെ ഇല്ല, എല്ലാം ഒരേ ഈശ്വര ചൈതന്യമാക്കും അപ്പടിന്ന് ആദ്യം தெரிஞ்சுക്കണം. ഇനി ഒന്നാമത്തെ ശ്ലോകം. അയി പരാത്മൻ ഭൃഗുമുനി മോഹിന്യംബരീഷാദി വൃത്തേഷു. പരമാത്മാവാന ശ്രീ ഗുരുവായൂരപ്പ. വൃകാസുരൻ, ഭൃഗുമുനി, മോഹിനി, അംബരീഷൻ. മോഹിനിയോട് കഥ, അംബരീഷനോട് കഥ എല്ലാം നേരത്തെ നമ്മൾ കേട്ടതാക്കും. இந்த കഥകളിലെല്ലാം തവാഹി മഹത്വം സർവശർവാദിജൈത്രം ഇഹ സ്ഥിതം. ഭഗവാൻ വിഷ്ണുവോട് മഹത്വം, എല്ലാ ദേവന്മാരെയും ജയിച്ച அந்த വിഷ്ണുവോട് മഹത്വം നമ്മൾ ഭാഗവതത്തിലെയും ഇന്ന് നാരായണീയത്തിലെയും പാത്താച്ച്. നിഷ്കളാർവാഗ് അഭിന്നം കിമപി യത് അവഭാതം. സകള നിഷ്കള രൂപങ്ങളിലേന്ത് അഭിന്നമാ അനിർവചനീയമാ ഏതൊന്ന് പ്രകാശിக்கிறதோ തത് രൂപം തവ ഏവ ഹി. അന്ത ചൈതന്യമാക്കും അന്ത ഭഗവാൻ എന്ന് ചൊല്ലപ്പെട്ടത്. അതാണത് സാധാരണ നമ്മളോട് ദൃഷ്ടിഗോചരമായ കാര്യങ്ങൾക്കും മേലെ അന്തര്യാമിയാக ഇരിക്കപ്പെട്ട അന്ത ഈശ്വര തത്വം അതാക്കും വിഷ്ണു അപ്പടിന്ന് ചൊല്ലുക. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹുഃ. മൂർത്തിത്രയം ഈശ്വരൻ സദാശിവൻ ഇതാക്കും പഞ്ചകം. അതാണത് ശൈവന്മാരോട് സിദ്ധാന്തത്തിൽ ശിവപഞ്ചകരൂപേണ അപ്പടിന്ന് ചൊല്ലുക. അതാണത് ബ്രഹ്മാവും ശിവനാക്കും, വിഷ്ണുവും ശിവനാക്കും, ശിവനും ശിവനാക്കും, ശങ്കരനാക്കും, ഈശ്വരൻ സദാശിവൻ. ഇപ്പടി 5 ഭാവത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ, ഈശ്വരൻ, സദാശിവൻ എല്ലാത്തിനും മേലിരിക്കപ്പെട്ടതാക്കും സദാശിവൻ. അപ്പടിയാക്കും ശൈവന്മാർ സ്വതവേ ചൊല്ലപ്പെട്ടത്. അപ്പോൾ இந்த പഞ്ചകം എല്ലാമേ അസ്മിൻ സദാശിവ പരമാത്മവപുഃ ഏവ. ഇതെല്ലാം ഇത് സദാശിവനും പരമാത്മസ്വരൂപിയാണ് ഭഗവാൻ വിഷ്ണുവേ ആക്കും. നേരത്തെ ഞാൻ ചൊന്നമാതിരി അതാത്
വിഷ്ണു ഭാഗവതമാർത്ത് വിഷ്ണുക്ക് പ്രാധാന്യം, പുരാണമാർത്ത് ശിവനുക്ക് പ്രാധാന്യം. അത്രതാം വ്യത്യാസം. ഇതെല്ലാം ഒരേ ശക്തി എത്താൻ ചൊല്ലറ. തത്ര ഈശ്വരഃ തു വികുണ്ഠപദഃ സഹ ത്വം ഏവ. அந்த ഈശ്വരൻ വൈകുണ്ഠവാസിയായിരിക്കപ്പെട്ട ഭഗവാൻ താൻ. ത്വം പുനഃ വൈകുണ്ഠം എന്ന് എന്നത് കുണ്ഠിതമില്ലാത്ത സ്ഥലം വൈകുണ്ഠം. അതിന് ദുഃഖമില്ലാത്ത സ്ഥലം. എപ്പോൾ ദുഃഖമില്ലായ്ക്ക് വരും? നമുക്കെപ്പോഴും സദാ ദുഃഖം വരപ്പെട്ടത് അഹം മമ ഭാവം വർത്തിയേക്കും. അഹം മമ ഭാവം ഇല്ലായ്ക്ക് അന്ത ഈശ്വര തത്വത്തെ കാണാൻ ആരംഭിച്ചയച്ചാൽ നമ്മൾക്ക് ഒരു ദുഃഖവുമില്ല. അപ്പം നമ്മൾ വൈകുണ്ഠപദത്തിൽ എത്തിച്ചേരും. ത്വം പുനഃ ത്രിഭാഗേ സത്യപദേ ത്രിത്വം ഭജസി. മൂന്ന് ലോകങ്ങളിലെയും സത്യലോകത്തിലെ ത്രിമൂർത്തി ഭാവത്തിലെയും മൂന്ന് ലോകങ്ങളിലെയും അതേപോലെ മൂന്ന് മൂർത്തികളോട് ഭാവങ്ങളിലെയും ഈശ്വരനും സദാശിവനും എല്ലാം ആരുതാൻ? ഭഗവാൻ വിഷ്ണുതാൻ. വിഷ്ണുവോടെ ഓരോ രൂപമായിട്ടാക്കും ഇങ്ങനെ സദാശിവനെയും ഈശ്വരനെയും എല്ലാത്തെയും കാട്ടിരിക്കപ്പെട്ടത്. ഇത്രയും ചിന്തിച്ചാൽ പോരും. പ്രപഞ്ചത്തിലെ ഏതൊരു ജീവാംശമിരിക്കോ, ചലിക്കപ്പെട്ടതും ചലിക്കാത്ത സ്ഥിരമായിരിക്കപ്പെട്ടതുമാണ് എല്ലാം ഈശ്വരഭാവമാക്കും. അപ്പടിന്ന് മനസ്സിലാക്കി. ഹരേ കൃഷ്ണ.